ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ വി വസീഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സനോജ്, വസീഫ് നമ്മളൊക്കെ കലാലയങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. റാഗിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതൊക്കെ തുടച്ചു നീക്കാൻ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുമുണ്ട് ഒരു ഘട്ടം വരെ. പക്ഷേ അതിനെയൊക്കെ ലംഘിക്കുന്ന അതിക്രൂരത, ജനനേന്ദ്രിയത്തിൽ വെയിറ്റുകൾ എടുത്തു വെക്കുന്നു, ദേഹത്താസകലം കുത്തി പരിക്കേൽപ്പിക്കുന്നു, അതിനുശേഷം ആനന്ദത്തിൻ്റെ ചിരി നടത്തുന്നു. വിദ്യാർത്ഥികൾ സഹപാഠിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. ആ ദൃശ്യങ്ങൾ കരളലിയിപ്പിക്കുന്നത് കൂടിയാണ്. ക്രൂരത, കൊടും ക്രൂരത. വസീഫ്, എങ്ങനെയാണ് അതിനെയൊക്കെ നേരിടേണ്ടത്? അതെ, നിങ്ങൾ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത തരത്തിൽ, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ്, ഭീകരതയാണ് ഈ ക്യാമ്പസുകൾക്കകത്ത് ഇപ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ക്രൂരമായ അക്രമത്തിനാണ് ഒരു വിദ്യാർത്ഥി ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ നിയമ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകണം. സമൂഹം ഇതുപോലെയുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ താങ്കൾ അധ്യാപകൻ കൂടിയാണ്. നോക്കൂ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളെ അത്തരത്തിൽ ആന്റി റാഗിംഗ് സ്വഭാവത്തിലേക്ക് കുട്ടികളെ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഒന്ന്, രാഷ്ട്രീയ പ്രവർത്തനം കലാലയങ്ങളിൽ സാധ്യമാക്കുക തന്നെ വേണം. ഈ കലാലയത്തിൽ, ക്യാമ്പസിൽ രാഷ്ട്രീയ പ്രവർത്തനമില്ല, അതിൻ്റെ ദോഷമാണ്. പക്ഷെ അധ്യാപകർ കൂടി അതിലേക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു അജണ്ട രൂപപ്പെടുത്തേണ്ടതില്ലേ? അധ്യാപകർ ഒരു ജനാധിപത്യ സ്വഭാവം കലാലയങ്ങൾക്കകത്തുണ്ടാവുകയും ആ ജനാധിപത്യ വേദികളുടെ രൂപീകരണത്തിൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടാവുകയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിൽ അവിടെ ഈ റാഗിങ്ങിനെ എല്ലാം ഇല്ലാതെയാക്കാൻ തീർച്ചയായിട്ടും അത് ഒരു നമ്മളൊക്കെ പറയുന്നത് പോലെ സാമൂഹ്യ നിയന്ത്രണം എന്നുള്ളത് പോലെ വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് തന്നെ അതിനൊക്കെ ഒരു നിയന്ത്രണവും, ഇങ്ങനെ വിദ്യാർത്ഥി പക്ഷത്തു നിന്നുള്ള നിലപാടുകൾ ഉറക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒരു പരിധിവരെ ക്യാമ്പസുകളിലെ അരാജക പ്രവണതകൾക്ക് അറുതി ഉണ്ടാക്കാൻ സാധിക്കും. പൊതുവെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയം, കലാലയ രാഷ്ട്രീയം നിരോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കുമ്പോൾ ആ സ്പേസിലേക്ക്, ആ അപകടത്തിലേക്ക്, ആ സ്പേസിലേക്ക് അപകടകരമായ കാര്യങ്ങളാണ് കടന്നു വരുന്നത്. ലഹരി ആവട്ടെ, ഇതുപോലെയുള്ള സംഭവങ്ങളാകട്ടെ, എല്ലാം കടന്നു വരുന്നത് എന്നുള്ളൊരു ദൗർഭാഗ്യകരമായ കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയെല്ലാം വളരെ കൃത്യമായി വിദ്യാർത്ഥികളെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വളർത്തുന്നതിന്, അവരുടെ ഉന്നമനത്തിന് എല്ലാം ജനാധിപത്യ സ്വഭാവമുള്ള ജനാധിപത്യ വേദികൾ, വിദ്യാർത്ഥിപക്ഷ വേദികൾ ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ അങ്ങനെ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനും ഇടപെടാനും അവരുടെ വായനക്കും അവരുടെ ചിന്തക്കും സർഗാത്മകതയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കലാലയ യൂണിയനുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറകോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം. ഈ അക്രമത്തിന് ശക്തമായ നിയമ നടപടി ഈ അക്രമത്തിനെതിരെ ഉണ്ടാകേണ്ടതുണ്ട്. ഈ കലാലയ രാഷ്ട്രീയത്തിന്റെ അഭാവത്തിൽ മയക്കുമരുന്ന് കൂടി ക്യാമ്പസുകളിലേക്ക്, രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളിലേക്ക് ഇരച്ചു കയറുന്നുണ്ട്. അതുകൂടി അത്തരം ക്രൂരതകൾക്ക് നിദാനമാകുന്നില്ലേ ശ്രീ വസീഫ്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ക്യാമ്പസുകളിൽ ഒരു സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് പോലെ ഒരു വിദ്യാർത്ഥി ഓഡിറ്റ് വിജയമാകും. തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ തന്നെ ക്യാമ്പയിനുകൾ, ക്യാമ്പസുകളിലെ മറ്റു പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഓരോ വിദ്യാർത്ഥിയെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തകരെയും ഒക്കെ. അപ്പൊ ഈ സംഘടനാ പ്രവർത്തകരുടെ ഒരു മേൽനോട്ടവും ഇടപെടലുകളും ഒക്കെ ഇതിനകത്തുണ്ടാകും. ചെറിയ ചെറിയ അപജയങ്ങൾ, പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ ഒക്കെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് ക്യാമ്പസുകളിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ആകെ മോശക്കാരായി ചിത്രീകരിച്ച് കലാലയ രാഷ്ട്രീയം നിരോധിക്കുന്നിടത്തേക്കും, കലാലയ രാഷ്ട്രീയം മോശമാണ്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ, അത് ഏത് വിദ്യാർത്ഥി സംഘടനകളാവട്ടെ, മോശമാണ് എന്നുള്ള വലിയൊരു പ്രചരണം നടത്തിയ ഒരു പ്രൊപ്പഗണ്ടയിലൂടെ കലാലയങ്ങളിൽ ഇതുപോലെയുള്ള ഇടപെടലുകൾ അന്യമാക്കുമ്പോൾ ഇങ്ങനെ ലഹരിയും അതുപോലെ അരാജക പ്രവണതകളും ഒക്കെ വളർന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീർച്ചയായും വസീഫാണ് പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടി വേണം. അതുമാത്രമല്ല, സ്റ്റുഡൻറ് ഓഡിറ്റിംഗ് അടക്കമുള്ള രീതിയിലേക്ക് ഒരു സാമൂഹിക പക്ഷപ്രവർത്തനം കൂടി വിദ്യാർത്ഥി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.